ഈ സിദ്ധരാമയ്യയുടെ പ്രാതലിൽ വീണു പോകുമോ ശിവകുമാർ എന്നുള്ളതാണ് അറിയേണ്ടത്. സിദ്ധരാമയ്യെ ഡൽഹിയിൽ വിളിപ്പിച്ചിട്ടുണ്ട്, ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ സിദ്ധരാമയ്യ അങ്ങനെയൊന്നും ഈ വാക്ക് പാലിക്കുന്നവനാണെന്ന് തോന്നുന്നില്ല. ഇല്ല, വാക്ക് പാലിക്കണം, അതാണ് മാന്യത എന്നാണ് ശിവകുമാർ പറയുന്നത്. അതെ 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 ശിവകുമാറിന് സിദ്ധരാമയ്യെ നല്ലപോലെ അറിയാം. വാക്ക് പാലിക്കുകയില്ല. അദ്ദേഹം തൻ്റെ അധികാര കസേര കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുറകോട്ട് തിരിഞ്ഞു നോക്കുകയില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. 2013 മുതൽ 2018 വരെ ഒരു ടേം ഫുൾ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ചിലവഴിച്ച ആളാണ്. ആ ടേമിൽ എന്തെല്ലാം പ്രഷറുണ്ടായിട്ടും കസേരയിൽ ഇറുക്കി പിടിച്ചിരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഒരുപക്ഷെ ദേവരാജ് അറസ്റ്റിന് ശേഷം 5 വർഷം പൂർത്തിയാക്കിയ ഒരു കണ്ടിന്യൂസ് ആയിട്ട് പൂർത്തിയാക്കിയ ഒരു മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മാത്രമേ ഉള്ളൂ കർണാടകയുടെ ചരിത്രത്തിൽ. അങ്ങനെയൊക്കെയുള്ള ബലം പിടിച്ചിരിക്കാൻ അറിയാവുന്ന ആൾ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് DK ശിവകുമാറിന് അല്പം പേടി മുമ്പുണ്ടാക്കിയ കണ്ടീഷൻ പാലിക്കുമെന്ന്. കാരണം ഇവർ രണ്ടുപേരും ഒരുപോലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ലെയിമുമായി വന്നപ്പോൾ സീനിയർ എന്നുള്ള നിലയ്ക്ക് സിദ്ധരാമയ്യക്ക് ആ സ്ഥാനം കൊടുക്കട്ടെ എന്നൊരു രഹസ്യധാരണ ഉണ്ടായിരുന്നു എന്നുള്ളതൊരു പരക്കെ പറയപ്പെടുന്ന ഒരു പരസ്യമാണ്. എന്നാൽ പോലും സിദ്ധരാമയ്യ അത് ഇതുവരെ തുറന്ന് അംഗീകരിച്ചിട്ടില്ല. DK ശിവകുമാറും ഇതുവരെ നേരിട്ട് അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു ധാരണ ഉണ്ട് എന്നുള്ളത് വ്യംഗ്യഭാവത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. DK ശിവകുമാറിൻ്റെ എപ്പോഴത്തെയും ഭാഷ്യം അങ്ങനെയാണ്, നേരിട്ടല്ല, ഒരു ഇൻഡയറക്റ്റ് വേ ആണ് അദ്ദേഹം പലതും പറയാറുള്ളത്. അത് പാർട്ടിക്ക് ക്ഷീണം വരുത്താതിരിക്കാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് പ്രധാന പ്രശ്നം ഇപ്പോൾ 135ഓളം കോൺഗ്രസ് MLA-മാരുള്ളതിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് അധികം MLA-മാരില്ല. അപ്പോൾ ഇന്നലെ തന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് അദ്ദേഹം ഒരു ഡിന്നർ വിളിച്ചിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട MLA-മാരുമായിട്ട് ഒന്ന് ആലോചിക്കാൻ. അപ്പോൾ ഒരു 10 പേരെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ 36 അംഗ മന്ത്രിസഭയാണ്. അപ്പോൾ 36 പേര് മന്ത്രിമാരായി തന്നെ സിദ്ധരാമയ്യയുടെ കൂടെ ഉണ്ട്. പിന്നെ ഓരോ മന്ത്രിയും 2 പേരെ വെച്ചെങ്കിലും പിടിച്ചോണമെന്നാണ് സിദ്ധരാമയ്യയുടെ പോളിസി. അപ്പോൾ ഏതാണ്ട് കോൺഗ്രസ്സുകാരെ മുഴുവൻ എൻ്റെ കൂടെ നിർത്തണം എന്നുള്ളതാണ് സിദ്ധരാമയ്യയുടെ ലൈൻ. പക്ഷെ അങ്ങനെ വരുമ്പോഴേ ഈ കർണാടകയിലെ കോൺഗ്രസിനകത്തൊരു പിളർപ്പ് തന്നെ ഉണ്ടാകാമല്ലോ. അല്ല, അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വീരപ്പ മൊയ്ലി എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രിയും പിന്നെ കേന്ദ്രമന്ത്രിയും എന്താ ഹൈക്കമാൻഡിന്റെ വലങ്കൈ, അതായത് കേരളത്തിലെ AK ആന്റണിയാണ് അവിടുത്തെ വീരപ്പ മൊയ്ലി എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. ആ വിധത്തിൽ അഭിപ്രായം പറയാനുള്ള കെൽപ്പുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞു ഹൈക്കമാൻഡ് ലോ കമാൻഡ് ആവരുത്, ഈ സന്ദർഭത്തിൽ ഇടപെടണം. ഇപ്പം തന്നെ ഉള്ള ജാതി മത വിഭാഗങ്ങളെല്ലാം കയറി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു. സിദ്ധരാമയ്യ അതിനൊക്കെ മിടുക്കനാണ്. അദ്ദേഹം പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ആളാണ്, OBC ആണ്. OBC-യിൽ നിന്നുള്ള ആളെന്നുള്ള നിലയ്ക്ക് കമ്പഗൗഡ എന്നാണ് അതിന് പറയുന്നത്, അവരുടെ വിഭാഗത്തിന്. ആ വിഭാഗത്തിൽ ഉള്ള ആളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് മറ്റു പിന്നോക്ക വിഭാഗങ്ങളെല്ലാം കൂടെ നിർത്താനും OBC-ക്കാരെ എല്ലാം നിർത്താനും ഒക്കെയുള്ള കഴിവ് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് DK ശിവകുമാറിന് ഒരല്പം ഈ ശക്തി പ്രയോഗിക്കാനൊരു മടിയുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം ഈ ന്യായം പറഞ്ഞു നിൽക്കുന്നത്. ടോക്ക് ഷുഡ് വാക്ക്, വേർഡ് ഷുഡ് വർക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിൽക്കുകയാണ്. വാക്ക് നടക്കണം, വാക്ക് ഫലിക്കണം എന്നൊക്കെയുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രമാണം. പിന്നെ അദ്ദേഹം ഓരോ ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. സോണിയാഗാന്ധി തൻ്റെ പ്രൈം മിനിസ്റ്റർ സ്ഥാനം ഒഴിഞ്ഞു കൊടുത്തത് ഉദാഹരണമാണ് എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ പ്രധാനമന്ത്രിയാവാനായിട്ട് ചട്ടം കെട്ടിയിരുന്നപ്പം അത് നടക്കില്ല എന്ന് വന്നപ്പം അവർ മാറിക്കൊടുത്തു. എന്നിട്ട് മൻമോഹൻ സിംഗിനാക്കി കൊടുത്തു. കാരണം ഉദ്ദേശം ഈ പാർട്ടിയെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതുപോലെ എന്നെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ പാർട്ടിയുടെ ഗതി അധോഗതിയാകും എന്നുവരെ അദ്ദേഹം ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞു വയ്ക്കുകയാണ്. ഈ കർണാടകയിൽ നമുക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള നാടകം കാണേണ്ടി വരുമോ? അതായത് ഇതിനകത്തൊരു പിളർപ്പുണ്ടാക്കിക്കൊണ്ട് BJP ഏതെങ്കിലും തരത്തിലുള്ള നീക്കം നടത്തും? അത് മുൻപത്തെ അപേക്ഷിച്ച് BJP ഇച്ചിരി വീക്കാണ്. അവിടെ BJP സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പാർട്ടി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് അത്രയ്ക്ക് വ്യക്തമല്ല അവരുടെ ആ സ്ട്രെങ്ത്. അതുകൊണ്ടാണ് ഇപ്പോൾ പൂർണ്ണമായിട്ടും കളിക്കാൻ പറ്റാത്തത്. എന്നാൽ പോലും ഇപ്പം അവരുടെ അശോക എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഒരു പിന്നെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസിന് എഴുതി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവിശ്വാസ പ്രമേയം ഉടനെ തന്നെ അത് അവതരിപ്പിക്കാനുള്ള ഇടവരും. അപ്പോൾ അത് മുന്നിൽ കാണുന്നത് അവിടെ എന്തെങ്കിലുമൊക്കെ ചലനങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ളതാണ്. ഈ 2 പേരുടെ പിന്നെ സിദ്ധരാമയ്യയുടെയും DK ശിവകുമാറിൻ്റെയും ടസിൽ നടക്കുന്നതിനിടയ്ക്ക് അത് സിദ്ധരാമയ്യ തന്നെ ചെയ്തതാണോ എന്ന് അറിഞ്ഞുകൂടാ.
യഥാർത്ഥ പിന്നോക്കക്കാരൻ ഞാനാണ്, എനിക്ക് ആണ് ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തു നിന്നൊക്കെയുള്ള പിന്തുണ കിട്ടേണ്ടതെന്ന് പറഞ്ഞ് പരമേശ്വര എന്ന് പറഞ്ഞ അവരുടെ ആഭ്യന്തരമന്ത്രി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഒരാളല്ല, രണ്ടല്ല, 3 പേര് CM സ്ഥാനത്തേക്ക് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരമേശ്വരയും കൂടെ രംഗത്ത് വന്നു. അദ്ദേഹം അവിടുത്തെ ആഭ്യന്തരമന്ത്രിയും കൂടെയാണ്. അപ്പം അദ്ദേഹത്തിന് അങ്ങനെ വരാൻ കാരണം സിദ്ധരാമയ്യയുടെ ഒരു കളിയുണ്ടോ എന്നും കൂടെ സംശയിക്കുന്നുണ്ട്. അപ്പോൾ ഒരാളല്ല, 2 പേര് വരുമ്പം ഒന്നുകൂടെ ഹൈക്കമാൻഡിനെ കൺഫ്യൂഷനിലാക്കാൻ കഴിയുമല്ലോ. വീരപ്പൻ മൊയ്ലി വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു, ഇപ്പോഴത്തെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ലോ കമാൻഡാണ്. പല കാര്യങ്ങൾക്കും കറക്റ്റ് ടൈമിന് നടപടി എടുക്കാൻ കഴിയുന്നില്ല. പിന്നെ ഖാർഗെ എന്ന് പറയുന്ന ഞങ്ങളുടെ സ്റ്റേറ്റിൽ നിന്നുള്ള ഒരു മന്ത്രിയാണ്, ഒരു പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും നമ്മുടെ ഈ നാട്ടിലെ കഥകളൊക്കെ അറിയാം, ഇവിടെ എങ്ങനെയാണ് പൊളിറ്റിക്സ് പോകുന്നതെന്ന് അറിയാം. അതിനനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കേണ്ടതായിരുന്നു. മല്ലികാർജ്ജുന ഖാർഗെ പറഞ്ഞത് ഹൈക്കമാൻഡ് വിൽ ഡിസൈഡ് എന്നാണ്. എന്നുവെച്ചാൽ അദ്ദേഹമാണ് ഹൈക്കമാൻഡ്, അദ്ദേഹമാണ് AICCയുടെ പ്രസിഡന്റ്. അപ്പം അദ്ദേഹം പറയുന്നു വേറെ ഏതൊരു ഹൈക്കമാൻഡ് ഡിസൈഡ് ചെയ്യുന്നു. അപ്പം ഇതിനകത്തൊരു ഷാഡോ ഹൈക്കമാൻഡ് ഉണ്ടെന്നുള്ളത് ഇന്ത്യ മുഴുവൻ അറിയുന്നതാണ്. നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ആക്ഷേപിക്കുന്നതാണ്. ആ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഇപ്പം കഷ്ടം എന്ന് പറയട്ടെ രാഹുൽ ഗാന്ധിയുടെ കയ്യിലാണ്. അദ്ദേഹത്തിന് തീരുമാനമെടുക്കാനുള്ള കഴിവില്ല. ഇത് വീരപ്പൻ മൊയ്ലി തന്നെ പറഞ്ഞു. സോണിയാജി ആയിരുന്നെങ്കിൽ ഇതിനകം തീരുമാനം എടുത്തേനെ. ഇപ്പോൾ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇത് ഈ കർണാടകയിൽ ഈ പ്രശ്നം ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ കോൺഗ്രസിന് ഉണ്ടാക്കാൻ പോകുന്ന വലിയൊരു ക്ഷീണമാണ്. കാരണം ബീഹാറിൽ വലിയ പരാജയം, അതെ, അതിനോടൊപ്പം തന്നെ കേരളത്തിലെ നമ്മൾ വലിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് നിൽക്കുക. തീർച്ചയായിട്ടും. അതുകൂടാഞ്ഞിട്ട് അഹമ്മദ് പട്ടേലിൻ്റെ മകൻ തന്നെ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്. യോഗ്യൻ തരൂരാണെന്ന് വരെ പറഞ്ഞിരിക്കുകയാണ്. അത് നരേന്ദ്രമോദി പറഞ്ഞു കഴിഞ്ഞല്ലോ, കോൺഗ്രസ് ഉടനെ പിളരും. ആ പിളർപ്പിൻ്റെ തുടക്കം കർണാടകയിൽ നിന്നാണോ എന്നാണ് ഇന്ത്യൻ പൊളിറ്റിക്സ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ രീതിയിൽ കളിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ DK ശിവകുമാർ ചിലപ്പം ഡീറെയിൽ ചെയ്തേക്കാം. DK ശിവകുമാർ അദ്ദേഹത്തിൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക നോക്കുകയാണ്. കാരണം ഈ 2028 എന്നും പറഞ്ഞാണ് ഇപ്പം സിദ്ധരാമയ്യ നിൽക്കുന്നത്. സിദ്ധരാമയ്യ ആദ്യം ഇപ്പോൾ പറയുന്ന അടവൊന്നുമല്ല, ദേവരാജ അരസിൻ്റെ റെക്കോർഡ് എനിക്ക് ബീറ്റ് ചെയ്യണം. ആ റെക്കോർഡെന്ന് പറഞ്ഞാൽ 5 വർഷവും പിന്നെ അദ്ദേഹം 2 വർഷവും കൂടെ കഴിഞ്ഞ് 2 വർഷവും 258 ദിവസം കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ 7 വർഷവും 258 ദിവസമായിട്ടാണ് ദേവരാജ് അരസ് മുഖ്യമന്ത്രിയായിട്ടിരുന്നത്. അപ്പോൾ ഇത് വരണമെങ്കിൽ മാർച്ച് കഴിയണം. ഈ നവംബറിൽ അത് കഴിയില്ല. അപ്പം മാർച്ച് വരെ ഇതിങ്ങനെ ആ കാരണം പറഞ്ഞ് തട്ടിക്കൊണ്ട് പോവുക, അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ കാരണങ്ങളിലേക്ക് പോവുക എന്നൊക്കെയുള്ളതാണ് സിദ്ധരാമയ്യയുടെ മെയ്വഴക്കം വെച്ചിട്ട് അദ്ദേഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ശിവകുമാറിൻ്റെ വിഭാഗത്തിനുള്ള സംശയം. ഇപ്പം ദേവരാജ അരസിൻ്റെ റെക്കോർഡ് എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്താൽ അത് കഴിയുമ്പോൾ അദ്ദേഹം വേറെ ഇടപെടുക്കും. അതുകൊണ്ട് നവംബർ 20 2.5 വർഷം തികഞ്ഞു. ആ 2.5 വർഷം വെച്ചിട്ട് മാറേണ്ടതാണ്. ഇനിയിപ്പോൾ ഡിസംബറിലേക്ക് പോലും പോകരുത്, അതിന് മുമ്പേ മാറണമെന്നുള്ളതാണ് DK ശിവകുമാറിൻ്റെ പോളിസി. അദ്ദേഹത്തിൻ്റെ അനുയായികളും പറയുന്നതാണ്. പക്ഷേ അദ്ദേഹം പറയും എനിക്ക് ഈ പവറിനൊന്നും താല്പര്യമില്ല, എനിക്ക് സിദ്ധരാമയ്യ ഒന്നും ഒഴിവാക്കാൻ ഉദ്ദേശമൊന്നുമില്ല, എല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2028 വരെ സിദ്ധരാമയ്യ വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഒരു ടേമും കൂടെ അദ്ദേഹം കളയും, വീണ്ടും കളിച്ച് കളയും. വേണമെങ്കിൽ സിദ്ധരാമയ്യ BJPയോടുകൂടെ ചേർന്ന് വേണമെങ്കിലും ഒരു കളി അന്നെടുത്താൽ DK ശിവകുമാർ വെള്ളത്തിലാവും. അപ്പോൾ ഇതെല്ലാം അവിടെ നിൽക്കുന്ന ചില തല പുകയുന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ടാണ് ഒരു അവിയൽ പരുവത്തിൽ ഇതിങ്ങനെ കിടന്ന് പല കഷണങ്ങൾ ചേർന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ജാതി സമവാക്യങ്ങളെല്ലാം തെറ്റി പല വിഭാഗങ്ങൾ പല പേരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിദ്ധരാമയ്യക്കൊപ്പം ഒരു ജാതി സമവാക്യങ്ങൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ DK ശിവകുമാറിന് വേണ്ടിയിട്ട് വേറൊരു വിഭാഗത്തിൻ്റെ സപ്പോർട്ട് വരുന്നു. ചില മഠങ്ങളൊക്കെ, ലിംഗായത്തിൻ്റെ മഠങ്ങളൊക്കെ ഇടപെട്ടുകൊണ്ട് അങ്ങനെ വരുന്നു. എന്നാൽ ഒക്കലിംഗ വിഭാഗങ്ങളെല്ലാം ഇദ്ദേഹത്തിനോടൊപ്പം നിൽക്കാനായിട്ട് താല്പര്യം കാണിക്കും, സിദ്ധരാമയ്യയോടൊപ്പം. മറ്റ് പിന്നോക്ക വിഭാഗങ്ങളും സിദ്ധരാമയ്യയോടൊപ്പമാണ്. അപ്പോൾ ഇങ്ങനെ കാസ്റ്റ് വെച്ചിട്ട് ഭയങ്കര കളികൾ അവിടെ, അത് സിദ്ധരാമയ്യ അഴിച്ചുവിടുന്നതാണെന്നാണ് ഇപ്പം വീരപ്പൻ മൊയ്ലി തന്നെ പരാതിപ്പെടുന്നത്. ഇങ്ങനെ വല്ലാത്തൊരു സങ്കീർണമായ അവസ്ഥയിലാണ് കർണാടകത്തിൽ. ചൂണ്ടയിടാൻ BJPക്ക് അവസരമുണ്ട്. പക്ഷേ അവിടെ അത്തരത്തിലൊരു കളി നടത്താനുള്ള നേതൃത്വം കൂടെ രംഗത്ത് വരണം എന്നുള്ളതേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.